വർഗത്തോട് പടപുരതിക്കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ, സ്വാതന്ത്ര്യത്തെ തടവിലിടുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യത്തിന്റെ പക്ഷത്ത് നിലയുറപ്പിക്കേണ്ടി വരും. ആഗോളവൽക്കരണം ഈ രാജ്യത്ത് നടപ്പാക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ സാമ്പത്തിക സ്വാശ്രയത്വം തകർക്കുന്ന ആഗോളവൽക്കരണത്തിനെതിരെ ഞങ്ങൾക്ക് സംസാരിക്കേണ്ടി വരും. ആണവ കരാറിൽ ഈ രാജ്യം ഒപ്പുവെക്കുമ്പോൾ ഈ രാജ്യത്തെ ജനപക്ഷത്ത് നിന്നുകൊണ്ട് ആണവ കരാറ് ഞങ്ങൾക്ക് ചോദ്യം ചെയ്യേണ്ടി വരും. അപ്പോഴാണ് ചിലർ ചോദിക്കുന്നത്, നിങ്ങൾക്ക് രാജ്യസ്നേഹമുണ്ടോ എന്ന്. ഈ രാജ്യത്തെ ജനവിഭാഗത്തെ പണയപ്പെടുത്തിക്കൊണ്ട് സാമ്രാജ്യത്വത്തിന്റെ കയ്യിൽ നിന്ന് ഈ രാജ്യത്തിന് ഏതെങ്കിലും അർത്ഥത്തിൽ സാമ്രാജ്യത്വത്തിന്റെ മുമ്പിൽ ഈ രാജ്യത്തെ അടിയറവ് പറയുമ്പോൾ ആ ഘട്ടത്തിൽ അതിശക്തമായി സംസാരിക്കുന്നത് രാജ്യസ്നേഹമല്ല എങ്കിൽ ആ അർത്ഥത്തിൽ അതിനെ ഞങ്ങൾ സ്വീകരിക്കുവാൻ സന്നദ്ധമാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. രാജ്യസ്നേഹം എന്ന് പറയുന്നത് ഈ രാജ്യനിവാസികളുടെ കൂടെ നിലയുറപ്പിക്കുന്നിടത്താണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ജനവിരുദ്ധമായ നിലപാടുകളുമായിട്ടാണ് അധികാരിവർഗം മുന്നോട്ട് പോകുന്നത് എങ്കിൽ അതിനെ തിരുത്തുന്നതാണ് രാജ്യസ്നേഹം എന്ന് പറയുന്നത്. ഈ രാജ്യത്തിന് ഒരു ചരിത്രമുണ്ട്, ഈ രാജ്യത്തിനൊരു പാരമ്പര്യമുണ്ട്. ആ ചരിത്രവും പാരമ്പര്യവും വിസ്മരിച്ചുകൊണ്ടാണ് നമ്മുടെ അധികാരിവർഗം ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സാമ്രാജ്യത്വ സയനിസ്റ്റ് കൂട്ടുകെട്ടിന്റെ കൂടെ ഇന്ത്യ രാജ്യം എന്തുകൊണ്ട് അണിചേർന്നു എന്ന മൗലികമായ ചോദ്യം നമ്മുടെ രാജ്യത്തിന് മുമ്പിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിളിച്ച മുദ്രാവാക്യമുണ്ട്, സോണിയെ വിളിക്കോ കോൺഗ്രസിനെ രക്ഷിക്കൂ എന്ന്. ഇന്ന് UPA സർക്കാർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ബുഷിനെ വിളിക്കോ ഇന്ത്യ രാജ്യത്തെ രക്ഷിക്കൂ എന്നുള്ളതാണ്. ആ നാണം കെട്ട മുദ്രാവാക്യത്തിന്റെ കൂടെ നിൽക്കലാണ് രാജ്യസ്നേഹമെങ്കിൽ ഞങ്ങൾക്കിത് മനസ്സിലാകുന്നില്ല എന്ന് പറയുവാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കറിയാമല്ലോ, നമ്മുടെ രാജ്യത്ത് ഒരു വലിയ സംഭവം ഉണ്ടാകുകയുണ്ടായി. ഒരു വലിയ ബോംബ് സ്ഫോടനം നടന്നു ബോംബെയിൽ. ഞങ്ങൾ പറയുന്നു, അപലപിക്കേണ്ടതാണ്. ആരാണോ പ്രതികൾ അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടതാണ്. ഇന്ത്യ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുവാനുള്ള നീക്കം നിരന്തരമായി നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അധികാരിവർഗം മനസ്സിലാക്കേണ്ടത്, അതിന്റെ അന്വേഷണം നടക്കേണ്ടത് ഈ രാജ്യത്തെ കേൾപ്പുള്ള ഒരു രാജ്യത്തെ, ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടായിരിക്കണം. പക്ഷേ കപ്പലിലാണ് കള്ളനെന്ന് തിരിച്ചറിയാതെ കള്ളന്റെ മുമ്പിൽ തെളിവ് ഹാജരാക്കുന്ന ഒരു രീതിയാണ് ഇന്ത്യ രാജ്യത്തെ ഭരണകൂടം നിരന്തരമായി തുടർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ആരാണ് അമേരിക്ക? ആർക്കാണ് അമേരിക്ക ലോക പോലീസിന്റെ റോള് കൊടുത്തത്? എന്നാണ് ആ അമേരിക്ക ഈ രാജ്യം അംഗീകരിച്ചു തുടങ്ങിയത്? നിങ്ങൾക്കറിയില്ലേ, നമ്മുടെ ഭരണാധികാരികൾ ഈ രാജ്യത്തെ ഇത്തരത്തിലുള്ള സംഭവങ്ങളുടെ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് വണ്ടി കയറുന്നത്, ഫ്ലൈറ്റിൽ പൊങ്ങിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ മുമ്പിലാക്കാണ്. ഒരു ജനവിഭാഗത്തെ അപമാനിക്കരുത് എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഇന്ത്യ രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന 110 കോടി ജനവിഭാഗത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ അപമാനിച്ചുകൊണ്ടാണ് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ മുമ്പിൽ നമ്മുടെ രാജ്യത്തെ ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികൾ മുട്ടമടക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഗാന്ധിജിയുടെ സമീപനം നമ്മൾ വിസ്മരിച്ചു പോയിരിക്കുന്നു. ഇന്ന് ഗാന്ധിജിയുടെ കോൺഗ്രസ് അല്ല, അതിനപ്പുറത്ത് ഗാന്ധി ഘാതകന്മാരുടെ ആശയത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു പുതിയ കോൺഗ്രസ് ആണ് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കുക, ഇസ്രായേലുമായുള്ള നമ്മുടെ ചങ്ങാത്തം എപ്രകാരമാണ്. ഇന്ന് നമ്മുടെ രാജ്യം ഏറ്റവും കൂടുതൽ ആയുധ കച്ചവടം നടത്തുന്നത് ഇസ്രായേലുമായിട്ട്. ഇന്ന് നമ്മുടെ രാജ്യത്ത് സൈനിക സംവിധാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മൊസാദുമായി ധാരണയായിട്ട്. നമ്മുടെ രാജ്യത്തിന്റെ സഹായത്തോടുകൂടെ ചാര ഉപഗ്രഹം വിക്ഷേപിക്കുവാനുള്ള സൗകര്യം വരെ ഇന്ത്യ രാജ്യത്ത് നമ്മൾ ഒരുക്കി കൊടുക്കുന്നു. ഒരു കാലഘട്ടത്തിൽ ഡൽഹിയിൽ ഇസ്രായേലിന്റെ എംബസി പോലും അനുവദിക്കാത്ത ഇന്ത്യ എന്തുകൊണ്ട് ഇന്ന് സയനിസത്തിന്റെ ചേരി ചേർന്നു എന്നുള്ള മൗലികമായ ചോദ്യം ഈ സന്ദർഭത്തിൽ നമുക്ക് മുമ്പിൽ ഉയർന്നു വരേണ്ടതുണ്ട്. അത്രമാത്രം സയനിസ്റ്റ്, ഫാസിസ്റ്റ്, സാമ്രാജ്യത്വ കൂട്ടുകെട്ടിന്റെ കൂട്ടിക്കൊടുപ്പുകാരായിട്ട് UPA സർക്കാർ മാറി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അത്തരത്തിലുള്ള ഒരു കൂട്ടിക്കൊടുപ്പിന്റെ സമീപനമാണ് അധികാരി വർഗത്തിന്റെ ഭാഗത്ത് നിന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അപകടകരമാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ലോകത്തെ ലക്ഷക്കണക്കിന് ജനവിഭാഗത്തെ കൊന്നൊടുക്കിയ സാമ്രാജ്യത്വത്തിന്റെ ചേരിയിലല്ല ഇന്ത്യ രാജ്യം അണിനിരക്കേണ്ടത്. അടിച്ചമർത്തപ്പെട്ടവന്റെ ചേരിയിൽ അണിനിരന്ന പാരമ്പര്യമുള്ള ഇന്ത്യ ആ പാരമ്പര്യമായിരുന്നു യഥാർത്ഥത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ടിയിരുന്നത്. നിങ്ങൾക്കറിയില്ലേ, ലോകത്തെ ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയിട്ട് 6 കൊല്ലക്കാലം അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരുന്നിട്ട് ഏറ്റവും അവസാനം ഇറാഖിൽ പോയിട്ട് ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ മിസ്റ്റർ ജോർജ് W. ബുഷ് ആ രാജ്യത്തെ ജനവിഭാഗത്തെ അപമാനിക്കും വിധം യാത്ര ചോദിക്കുകയുണ്ടായി. നമ്മളെല്ലാവരും കണ്ടതാണ്. അഥവാ 12 ലക്ഷത്തിലധികം കുട്ടികളെ കൊന്ന നരഭോജിയായ ഒരു പ്രസിഡന്റ്, അദ്ദേഹം ആ രാജ്യത്തെ ജനവിഭാഗത്തിന് മുമ്പിൽ നിർഭയനായി കടന്നു ചെന്നിട്ട് യാത്ര ചോദിക്കുമ്പോൾ ആ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്നു, ലോകം ചരിത്രം എന്നെ വിമോചകൻ എന്ന് വിളിക്കുമെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പുറപ്പെട്ടത്. പക്ഷേ ചരിത്രം വിമോചകൻ എന്ന് വിളിക്കുമെന്ന വീരവർത്തമാനം പറഞ്ഞിട്ട് ഇറാഖിലേക്ക് ചെന്ന അദ്ദേഹത്തെ കാത്തിരുന്നത് മുൻതളിറാണ്. മുൻതളിർ എന്ന് പറഞ്ഞാൽ കാത്തിരിക്കുന്നവൻ
എന്നാണ്. മുൻതദിർ അദ്ദേഹത്തെ കാത്തിരുന്നു, എന്നിട്ട് കൊടുക്കേണ്ടത് കൊടുത്തു എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മുൻതദിർ കാലങ്ങളായി കാത്തിരിക്കുകയായിരുന്നു. മുൻതദിറിന്റെ അമ്മമാരെ കൊന്ന, മുൻതദിറിന്റെ സഹോദരന്മാരെ കൊന്ന, അതുപോലെ തന്നെ മുൻതദിറിന്റെ ഉമ്മ പാപ്പമാരെ കൊന്ന, എന്നിട്ട് അനാഥരായ ഒരു സമൂഹത്തെ സൃഷ്ടിച്ച ആ നരഭോജി കടന്നു വരാൻ യഥാർത്ഥത്തിൽ മുൻതദിർ കാത്തു നിൽക്കുകയായിരുന്നു. എന്നിട്ട് മുൻതദിർ നല്ല പദപ്രയോഗം നടത്തി. ഞാനതിവിടെ നടത്തുന്നില്ല. അദ്ദേഹം നല്ല പദപ്രയോഗം നടത്തിയിട്ട് അദ്ദേഹം കൊടുത്തുവെച്ചോ ശക്തമായ ഒരേറ. ഞാൻ പറയുന്നു, യഥാർത്ഥത്തിൽ നല്ല ഏറാണ് കൊടുത്തത്. വെടിവെക്കാൻ പാടില്ലായിരുന്നു. അതെങ്ങാനും വെടിയുണ്ടയായിരുന്നുവെങ്കിൽ ചരിത്രത്തിൽ നടന്നുപോയ ഒരുപാട് മഹാന്മാരുടെ ആ ചരിത്രഗണത്തിൽ അദ്ദേഹം പെടുമായിരുന്നു. രക്തസാക്ഷിയായി എന്ന ഒരു രക്തസാക്ഷിയുടെ പരിവേഷമല്ല ചരിത്രം ബുഷിന് കാത്തുവെച്ചിരിക്കുന്നത്. ഏറ്റവും നിന്ദ്യമായ ചെരുപ്പേറിന്റെ പരിവേഷമാണ് അദ്ദേഹത്തിന് കാത്തുവെച്ചിട്ടുള്ളത്. ഒരു കാര്യം ഞാൻ പറയട്ടെ, ആ മുൻതദിറിന്റെ സമുദായത്തിൽപ്പെട്ട ഒരു മന്ത്രി ഈ കേരളത്തിൽ നിന്നുണ്ട്. ഞാൻ പറയുന്നു, മുൻതദിറിന്റെ പേരിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു. മുൻതദിർ ചെരുപ്പ് കൊണ്ടെറിഞ്ഞുവെങ്കിൽ മുൻതദിറുമാരാണ് ഈ രാജ്യത്തുള്ളത്. ആ മുൻതദിറുമാരുടെ താല്പര്യത്തെ പരിഗണിക്കുവാൻ നമ്മുടെ കേരളത്തിലെ കേന്ദ്രമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ചെരുപ്പല്ല, ചെരുപ്പുമാരെയാണ് കാത്തിരിക്കുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത്രമാത്രം വിലകെട്ട നിലപാടാണ്. ജോർജ് ഡബ്ല്യു ബുഷിന്റെ കൂടെ സദ്യ നടത്തിയപ്പോൾ നമ്മുടെ ബഹുമാന്യനായ മന്ത്രി അവിടെയുണ്ട്. അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ നമ്മുടെ കേന്ദ്രമന്ത്രിയുണ്ട്. ആണവ കരാറിൽ ഒപ്പുവെച്ചപ്പോൾ നമ്മുടെ കേന്ദ്രമന്ത്രിയുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും അവസാനം ഇസ്രായേലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മുടെ കേന്ദ്രമന്ത്രിക്ക് വ്യത്യസ്തമായ അഭിപ്രായമില്ല. ഒരു കാര്യം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാമല്ലോ, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നു, ഈ വിഷയത്തിൽ ശിഹാബ് തങ്ങളുടെ പക്ഷത്താണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് നിലകൊള്ളുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യ ഇസ്രായേൽ ബന്ധം പുനഃപരിശോധിക്കണമെന്ന്. ഞങ്ങൾ അദ്ദേഹത്തിന്റെ പക്ഷത്താണ്. ഈ കേരളത്തിലെ സാമ്രാജ്യത്വ വിരോധികൾ അദ്ദേഹത്തിന്റെ പക്ഷത്താണ്. സയനിസ്റ്റ് വിരോധികൾ അദ്ദേഹത്തിന്റെ പക്ഷത്താണ്. പക്ഷേ അദ്ദേഹത്തിന്റെ പക്ഷത്ത് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ മന്ത്രിയില്ല എന്ന് പറയുന്നതിൽ നാണക്കേടുണ്ട്. പാർട്ടി അദ്ദേഹത്തിന്റെ പക്ഷത്തോ അതല്ല കേന്ദ്രമന്ത്രിയുടെ കക്ഷത്തോ എന്നത് വ്യക്തമാക്കപ്പെടേണ്ടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കാലം കടന്നു പോകുന്നത്. എല്ലാവർക്കും സുഖമാണ് സാമ്രാജ്യത്വ വിരോധം പറയാൻ, എല്ലാവർക്കും സുഖമാണ് സദ്ദാം അനുസ്മരണം നടത്താം. പക്ഷേ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം, എത്രമാത്രം ആത്മാർത്ഥത അതിലുണ്ട്. കൊച്ചോ കുഞ്ഞുങ്ങളെ വെച്ച് രക്തക്കളി നടത്തുന്ന ഇസ്രായേൽ ഭീകരനെതിരെ ശക്തമായി വിരലനക്കാൻ കഴിയാത്ത, അതിശക്തമായി സംസാരിക്കാൻ കഴിയാത്ത, ആർജവത്തോടുകൂടി നിലപാടെടുക്കാൻ കഴിയാത്ത, തന്നെ ചുരുങ്ങിയത് ഒരു ഹ്യൂഗോ ചാവേസിന്റെ ഈമാനെങ്കിലും പ്രകടിപ്പിക്കാൻ കഴിയാത്ത ഇത്തരം കേന്ദ്രമന്ത്രിമാരെ ഞാൻ പറയുന്നു, ഷിബു സോറന് കിട്ടിയത്, നന്ദിഗ്രാമിൽ CPIM-ന് കിട്ടിയത് ഒരുപക്ഷെ കേരളത്തിൽ കാത്തിരിക്കുന്നുണ്ടോ എന്ന് പറയാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അറിയേണ്ടതുണ്ട്, ജനാധിപത്യ സംവിധാനമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ആ ജനാധിപത്യ സംവിധാനത്തിനകത്ത് ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കും. മലബാർ കഴിഞ്ഞ കാലങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിച്ച മണ്ണാണ്. ചരിത്രത്തിൽ ഇടമുള്ള മണ്ണാണ്. സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ വീരസ്മരണകൾ ഉറങ്ങുന്ന മണ്ണാണ്. കുഞ്ഞാലി മരക്കാരുടെയും ആലി മുസ്ലിയാരുടെയും മണ്ണാണ്. ആ മണ്ണിൽ വെച്ച് ആ സ്വാതന്ത്ര്യബോധമുള്ള ഒരു ജനവിഭാഗത്തോട് വിശ്വാസവഞ്ചനയുടെ ഒരു സമീപനം ആരും സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. പ്രിയമുള്ളവരെ, ഈ അർത്ഥത്തിൽ ആർജവത്തോടു കൂടിയുള്ള നിലപാട്. എന്തുകൊണ്ടാണ് സോളിഡാരിറ്റി